ഹായ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചക്കയുടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഈ ചക്ക വരട്ടിയത് നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വന്നതാണ്. ഇത് കഴിഞ്ഞ കൊല്ലം അമ്മ ഇതുപോലെ ചക്ക വരട്ടിയിട്ട് ഫ്രീസറിൽ വെച്ചതാണ്. എന്നിട്ട് ഇപ്രാവശ്യം ചെന്നപ്പോൾ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു കൊല്ലത്തോളമായി ഇത് ഫ്രീസറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് നാട്ടിൽ. എന്നിട്ട് ഇപ്പം വന്നപ്പം എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം അമ്മ പറഞ്ഞു ഇത് വെച്ചിട്ട് നമുക്ക് അട ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പം അടയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. അപ്പോൾ അതിനുവേണ്ടി അമ്മ എപ്പോഴും എല്ലാ കൊല്ലം ഇതുപോലെ തന്നെ ചക്ക ഇതുപോലെ വരട്ടി വെക്കും കേട്ടോ. ചക്ക അലുവ ഉണ്ടാക്കിയും വെക്കും, അതുപോലെ തന്നെ ഇതുപോലെ ചക്ക വരട്ടിയും വെക്കും. അപ്പം ചെല്ലുമ്പോൾ നമുക്ക് ചക്ക ഇല്ലാത്ത സീസണൊക്കെ ആണെങ്കിൽ ആ സമയത്ത് ചക്കയട നമുക്ക് തിന്നാൻ കിട്ടും. അതുപോലെ തന്നെ ഇതുകൊണ്ട് കുമ്പിളപ്പം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയെല്ലാം നമുക്ക് വായ്ക്കട വളർന്നിരുന്നു. അങ്ങനെ നമുക്കിത് ചക്ക വരട്ടിയതും കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ചക്ക ഉള്ളവരൊക്കെ ഇപ്പം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചക്ക വരട്ടിയിട്ട് ഫ്രീസറിൽ കയറ്റി വെച്ചാൽ മതി. അത് കേടാവാതെ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളൂ. അപ്പം നിങ്ങളുടെ മക്കൾ വരുമ്പോഴും ഒക്കെ ഇതുപോലെ കൊടുത്തു വിടാവുന്നതും ഉണ്ടാക്കി കൊടുക്കുന്നതും ഒക്കെയാണ് കേട്ടോ. ഉണ്ടാക്കി കൊടുക്കാവുന്നതും ഒക്കെയാണ്. അപ്പം അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് അമ്മ കൊടുത്തു വിട്ടാണ് കേട്ടോ വാഴയില. ഈ വാഴയില ഇപ്പം ഒരാഴ്ചയ്ക്ക് മേളിലായി വാഴയില വാട്ടിയിട്ട് ഇതുപോലെ കീറിയിട്ട് കൊടുത്തു വിട്ടേക്കുന്നതാണ്. ഇവിടെ വാഴയില കിട്ടുകയൊക്കെ ചെയ്യും. എന്നാലൊരു എന്താ പറയുക, നമ്മുടെ വീട്ടിലെ പറമ്പിലെ വാഴയില അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇതല്ലേ. അപ്പോൾ അതുപോലെ വാഴയിലയും കൊടുത്തു വിട്ടു, വാട്ടിയിട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ അതും കേടായിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്നാണെങ്കിലും ഞാൻ ചക്ക അട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആ റെസിപ്പി നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കണ്ടോ, ഈ ഒരു രീതിയിലാണ് ചക്ക വരട്ടിയിട്ട് ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓവനിൽ വെച്ച് ചൂടാക്കുമ്പോഴത്തേന് നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ ആ സമയത്ത് നമുക്ക് അതിനകത്ത് തേങ്ങ വേണമെങ്കിൽ മിക്സ് ചെയ്തിട്ട് പിന്നെ പരത്തി അതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കാണിച്ചു തരാം എങ്ങനെ റെഡിയാക്കുന്നതെന്ന്. അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി കൊണ്ടുവരട്ടെ. അപ്പോൾ ഓവനിൽ നിന്ന് ചൂടാക്കി കൊണ്ടുവന്നാണ് കണ്ടോ. അപ്പോൾ ഇതുപോലെ അടയുടെ പരുവത്തിൽ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഞെക്കുമ്പോൾ ഇങ്ങനെ ഞെക്ക് കൊള്ളുന്നുണ്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ ചേർത്ത് ഇളക്കുവാണ് ചെയ്യേണ്ടത്. നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. അതിനൊരളവൊന്നുമില്ല. നമുക്ക് ഇളക്കി നോക്കുമ്പോൾ നമുക്ക് മതിയെന്നുണ്ടെങ്കിൽ അതോ ഇനി കുറച്ചുകൂടെ കൂടുതൽ വേണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ ചൂടൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് ഇളക്കാൻ പറ്റും. ഇച്ചിരൂടെ തേങ്ങ ഇടുന്നതിനൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര തേങ്ങ ഇടാൻ പറ്റുമോ അത്രയും തേങ്ങ ഇടുക അതിൽ. അപ്പോൾ അതിനൊരു നല്ലൊരു ടേസ്റ്റ് വരും. ഇനി ചിലർക്ക് ചക്കയുടെ മധുരം അത്രയ്ക്ക് മതിയായില്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കരയില്ലേ അതും കൂടി ഇതിൽ അരിഞ്ഞിടാവുന്നതാണ് കേട്ടോ. ചക്കയ്ക്ക് തന്നെ നല്ല മധുരമുണ്ട്. ഈ ചക്കയും ശർക്കരയും എല്ലാം കൂടി ഇട്ടല്ലേ ഇത് വഴറ്റുന്നത്. ഓൾറെഡി നല്ല മധുരമാണ്. അപ്പം പിന്നെ നമ്മളിതിൽ ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം മധുരം കുറവാണ്. ഇപ്പം നമ്മൾ തേങ്ങയൊക്കെ ഇടത്തില്ലേ. അപ്പോൾ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ ഒരു സ്വല്പം ശർക്കരയും കൂടെ ചീകി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇപ്പം ഇത്രയേ ഉള്ളൂ. അതിനകത്ത് വെക്കാനുള്ള അടയ്ക്കകത്ത് വെക്കാനുള്ള കൂട്ട് റെഡിയായിട്ടുണ്ട്. ആദ്യം അട ഉണ്ടാക്കുന്നതിന് ഇതുപോലെ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിൽ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണം കണ്ടോ. ഇതുപോലെ നല്ലൊരു ഉരുള പോലെ കിട്ടുന്ന പോലെ നമ്മൾ കുഴച്ചെടുക്കുക. ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കണം കേട്ടോ. നമ്മുടെ കൈ മുക്കാൻ വേണ്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നനച്ചു കൊടുക്കാൻ. മുമ്പേ നമ്മൾ റെഡിയാക്കി വെച്ച മാവിൽ നിന്ന് ഇതുപോലെ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഇത് നമ്മൾ ഇലയിൽ വെച്ച് ഇതുപോലെ പരത്തി കൊടുക്കുക കേട്ടോ. നല്ല രീതിയിൽ പരത്തണം. ഇത്രയും നൈസായിട്ട് പരത്താൻ പറ്റുന്നു അതാണ് നല്ല ടേസ്റ്റ് കേട്ടോ. കട്ടിയില്ലാതെ പരത്തുന്നതാണ് നല്ല ടേസ്റ്റ്. ഈ ഒരു രീതിയിൽ നമ്മളിപ്പോൾ അത് നൈസായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചക്ക വരട്ടി വെച്ചേക്കുന്നതും തേങ്ങയും കൂടെ ഉള്ളതില്ലേ ആ കൂട്ട് ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ഒരു സൈഡിൽ വെക്കണമെങ്കിൽ വയ്ക്കാം, ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ അങ്ങനെയും വയ്ക്കാം കേട്ടോ. ഞാൻ എപ്പോഴും ഇതൊരു സൈഡിലാണ് വയ്ക്കുന്നത്. എന്നിട്ട് ഒരു സൈഡ് ഇങ്ങോട്ട് മടക്കും. അപ്പോഴാണ് അത് കറക്റ്റ് നമുക്ക് രണ്ട് സൈഡിൽ നിന്നൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുന്നത്.
അല്ലെങ്കിൽ ഈ മാവ് ഫുൾ ഇതിലോട്ടിട്ട് ഇളക്കുകയും ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നുന്നത്. ആവശ്യത്തിനുള്ള ചക്ക വെക്കാം കേട്ടോ. എത്രയോ ചക്ക ഇഷ്ടമാണോ അത്രയും നമുക്ക് ചക്ക വെക്കാം. ഇപ്പോൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും സ്ലോയിൽ ചെയ്യുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്ത് പെട്ടെന്ന് കഴിയും. ഇനി ഇതിൻ്റെ ഈ സൈഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് മടക്കുക, ഒരു പകുതിക്ക് കണ്ട് ഇങ്ങോട്ട് മടക്കുക. ഇല വാട്ടിയേക്കുന്നുണ്ട്, കീറിയൊന്നും പോകത്തില്ല കണ്ടോ, നല്ലതായിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഇരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത് ആവിയിൽ വേവിക്കാൻ വേണ്ടി സ്റ്റീമറിൽ വെച്ചിരിക്കുകയാണ്. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമുക്കിത് വെന്ത് കിട്ടുന്നതാണ്. ഇതിപ്പോൾ എത്രയും മിച്ചം വന്നിട്ടുണ്ട് കേട്ടോ. മാവ് കുഴച്ചില്ല, അതിന് വരെ ഇങ്ങനെ തിന്നും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്താ രുചിയെന്നറിയാം. എനിക്കൊന്ന് ഞാനിപ്പോൾ ഇത് കഴിച്ചിട്ട് ഏകദേശം ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ടാണ് ഭയങ്കര ആക്രാന്തം ഈ സാധനത്തിനോടൊക്കെ. ഇപ്പോൾ അമ്മ കൊടുത്തു വിട്ടാൽ അന്ന് പോലെ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക, പക്ഷെ സമയം കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. അടിപൊളി ടേസ്റ്റ്. ഇനി ആ ചക്കയും കൂടെ അടയും കൂടെ റെഡിയായി കഴിയുമ്പോൾ അതും കൂടെ കഴിക്കും. അങ്ങനെ നമ്മുടെ അട റെഡി ആയിരിക്കുകയാണ്, ഇലയട. നമുക്കിനി തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി ഞാൻ ഇതിൻ്റെ ചൂടൊക്കെ ആറാൻ വെച്ച് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം നമ്മുടെ ഇലയുടെ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഇതുപോലെയാണ് നമ്മുടെ ചക്കയുടെ ഇരിക്കുന്നത്. ഇതിച്ചിരി മുറിച്ചിട്ട് നമുക്ക് കഴിച്ചു നോക്കാം. ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഒരു സൈഡിൽ ചക്കയുണ്ട്, അതുപോലെ തന്നെ ഒരു സൈഡിൽ, അയ്യോ വായിക്കൂടെ വെള്ളം വരുന്നു, ഒരു സൈഡിൽ ചക്കയുണ്ട്, ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ അട മടക്കിയല്ലേ വെച്ചേ. അടിപൊളി രുചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും താങ്ക് യു, ബൈ.